വിപ്ലവത്തിന്റെ ചുവപ്പ് ബാഡ്ജുകൾക്ക് പകരം വിശ്വാസത്തിന്റെ സാംസ്കാരിക വഴികളിലൂടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ സഞ്ചരിക്കുന്നത് സിപിഎമ്മിൽ പുതിയ ചർച്ചകൾക്ക് വഴിമരുന്നിടുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ ഗുരുവായൂർ ക്ഷേത്രദർശനം നടത്തിയതിന് പിന്നാലെ പാർട്ടിയിലെ കരുത്തനായ നേതാവ് പി ജയരാജൻ കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെത്തിയത് രാഷ്ട്രീയ കേരളം കൗതുകത്തോടെയാണ് നോക്കിക്കാണുന്നത്. കണ്ണൂരിലെ ചെന്താരകം എന്നറിയപ്പെടുന്ന ജയരാജന്റെ ഈ യാത്ര കേവലം ഒരു സന്ദർശനമാണോ അതോ പാർട്ടിയുടെ മാറിയ ചിന്താഗതിയുടെ സൂചനയാണോ എന്നാണ് ഉയരുന്ന ചോദ്യം. കഴിഞ്ഞ ദിവസം വൈകിട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരോടൊപ്പമാണ് ജയരാജൻ കൊടുങ്ങല്ലൂർ കാവിലെത്തിയത്. അരമണിക്കൂറിലധികം ക്ഷേത്ര സങ്കേതത്തിൽ ചെലവഴിച്ച അദ്ദേഹം കോഴിക്കല്ലും വസൂരിമാല പ്രതിഷ്ഠയുമെല്ലാം നേരിൽ കണ്ട് മനസ്സിലാക്കി. ക്ഷേത്രത്തിന് ചുറ്റും വലം വെച്ചുവെങ്കിലും തൊഴുതില്ലെന്നത് ഭക്തിയല്ല, മറിച്ച് പഠനമാണ് ലക്ഷ്യമെന്ന അദ്ദേഹത്തിന്റെ വിശദീകരണത്തിന് ബലം നൽകുന്നു. സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന തന്റെ പുതിയ പുസ്തകത്തിന്റെ രചനയുമായി ബന്ധപ്പെട്ടാണ് സന്ദർശനമെന്നാണ് പി ജയരാജന്റെ ഔദ്യോഗിക വിശദീകരണം. ആരാധനാലയങ്ങളെ മാറ്റി നിർത്തി കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രം പഠിക്കാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതിന് പിന്നാലെ ജയരാജൻ ഇത്തരം സാംസ്കാരിക പഠനങ്ങളിലേക്ക് തിരിഞ്ഞത് പാർട്ടിക്കുള്ളിലെ അതൃപ്തിയുടെ പ്രതിഫലനമാണെന്നും വ്യാഖ്യാനമുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പി ജയരാജന് സീറ്റ് നൽകാതിരുന്നത് വലിയ വിവാദമായിരുന്നു. ജയരാജൻ അനുകൂലികൾ ഇതിൽ പരസ്യമായി പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഭൂരിപക്ഷ വോട്ടുകൾ അകലുന്നത് തടയാൻ നേതാക്കൾ തന്നെ മുൻകൈയെടുക്കുന്നു എന്ന സൂചനയാണ് ജയരാജന്റെ യാത്ര നൽകുന്നത്. പി ജയരാജന്റെ കൊടുങ്ങല്ലൂർ സന്ദർശനം സിപിഎം നേതൃത്വം ഔദ്യോഗികമായി പ്രശ്നമാക്കില്ലെന്നാണ് സൂചന. മുഖ്യമന്ത്രിയുടെ മകൻ ഗുരുവായൂരിൽ പോയപ്പോൾ വിവാദമായിരുന്നു. ഖാദി ബോർഡ് ചെയർമാൻ എന്ന നിലയിലും മുതിർന്ന നേതാവ് എന്ന നിലയിലും ജയരാജനെതിരെ അച്ചടക്ക നടപടിയെടുത്താൽ അത് തിരിച്ചടിയായ തിരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കൂടുതൽ പൊട്ടിത്തെറികൾക്ക് കാരണമാകുമെന്ന് നേതൃത്വം ഭയക്കുന്നു. ഹിന്ദുത്വ രാഷ്ട്രീയം വിശ്വാസികളെ സ്വാധീനിക്കുന്ന പശ്ചാത്തലത്തിൽ ആ വേദി RSSന് വിട്ടുകൊടുക്കാതെ പിടിച്ചെടുക്കാനുള്ള തന്ത്രമാണ് ജയരാജൻ പയറ്റുന്നത് എന്നും വിലയിരുത്തലുണ്ട്. സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന പുസ്തകം ചിന്താ പബ്ലിക്കേഷൻസ് തന്നെയാണ് പുറത്തിറക്കുന്നത് എന്നത് പാർട്ടി ഇതിന് മൗനാനുവാദം നൽകിയതിന്റെ തെളിവാണ്. വിശ്വാസികളെ ചേർത്തു പിടിക്കാതെ കേരളത്തിൽ ഇനി മുന്നോട്ട് പോകാനാകില്ലെന്ന തിരിച്ചറിവിലാണ് ചെന്താരകം വഴിമാറി സഞ്ചരിക്കുന്നത്. TK ഹംസയെ പോലുള്ള നേതാക്കൾ പാർട്ടി ബംഗാൾ മോഡലിലേക്ക് പോകുമെന്ന് മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ജയരാജന്റെ നീക്കങ്ങൾ ശ്രദ്ധേയമാണ്. താനൊരു